ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഉണ്ട്. സദാപന്നത്തെ വീഡിയോ ഫോട്ടോ നമ്മൾ പങ്കുവെക്കാവുന്ന ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയൊക്കെ ആയിട്ട് തിയേറ്ററിലെത്തിയ ഏറ്റവും പുതിയ മലയാളം ചിത്രങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്നത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഇന്നലെ തിയേറ്ററിലോട്ടെത്തിയ മലയാള ചിത്രമായിരുന്നു മാത്യു തോമസ് കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ ഗൗരി എന്ന് പറയുന്ന സിനിമ. മാത്യു തോമസിനൊപ്പം തന്നെ ഒരു ഈച്ചയും കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ തന്നെ ആദ്യ ദിനം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. ചിത്രത്തിന് ഇന്നലത്തെ കളക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്ന ഏകദേശം 12 ലക്ഷം രൂപയോളം മാത്രമാണ്. എന്തൊക്കെയാണ് ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചുകൊണ്ട് നല്ലൊരു കളക്ഷൻ വരും ദിവസങ്ങളിൽ ഉയർത്തിയെടുക്കാൻ സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഇന്നലെ തിയേറ്ററിലോട്ടെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു ഷറഫുദ്ദീൻ, വിനയ് ഫോർട്ട് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തിയ സംശയം എന്ന് പറയുന്ന സിനിമ. വിനയ് ഫോർട്ട്, ഷറഫുദ്ദീൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രക്ക് രാജേഷ് രവി അണിയിച്ചൊരുക്കിയ ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കളക്ഷന് വലിയ രീതിയിലുള്ള ഒരു ഉയർച്ച ആദ്യ ദിനം സ്വന്തമാക്കാൻ സാധിച്ചിട്ട് ഏകദേശം 9 മുതൽ 10 ലക്ഷത്തിനടുത്തുള്ള ഒരു തുക മാത്രമാണ് ചിത്രത്തിന് ആദ്യ ദിനം കളക്ട് ചെയ്യാൻ സാധിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയുള്ള മികച്ച അഭിപ്രായങ്ങൾ നേടിയതുകൊണ്ട് തന്നെ ചിത്രം വരുന്ന ദിവസങ്ങളിൽ കേരള ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലെത്തിയ മറ്റ് ചിത്രങ്ങളായിരുന്നു. ഒന്നാമത്തെ ചിത്രം സർക്കിട്ട് എന്ന് പറയുന്ന ആസിഫ് അലി കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം. മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രമായിരുന്നു സർക്കിട്ട് എന്ന് പറയുന്ന സിനിമ. എന്നാൽ ചിത്രത്തിന് വലിയ രീതിയിലുള്ള ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല. ആസിഫ് അലി, ദിവ്യപ്രഭ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രക്ക് തമർ കെ.വി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രത്തിന് രണ്ടാം ഭാഗത്തിലോട്ട് കടന്നുമ്പോൾ ബോക്സ് ഓഫീസിൽ അടിപതർന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ചിത്രത്തിന് 9 ദിവസമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 7 ലക്ഷത്തിനടുത്തുള്ള തുക മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു വൻ പരാജയമായിട്ട് മാറുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു പടക്കള എന്ന് പറയുന്ന യുവതാരങ്ങൾ കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം. മികച്ച ഒരു കോമഡി എന്റർടൈനറായിട്ട് ചിത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഷറഫുദ്ദീൻ, സുരാജ് വെഞ്ഞാറമൂട്, സന്ദീപ് പ്രദീപ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രക്ക് മനു സ്വരാജാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായത്. എന്തൊക്കെയാണ് ചിത്രത്തിന് രണ്ടാം ഭാഗത്തോട്ട് കടന്നപ്പോൾ തിയേറ്ററുകൾ മികച്ച രീതിയിൽ ഹോൾഡ് ചെയ്യാനും അതോടൊപ്പം മികച്ച കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന് 9 ദിവസമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിനും ഏകദേശം 60 ലക്ഷത്തിന് മുകളിലുള്ള ഒരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് രണ്ടാം ഭാഗത്തിന് ചിത്രത്തിന് നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ച് വേൾഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം 6 കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഈ ശനി ഞായർ ദിവസങ്ങളിൽ ചിത്രത്തിന്റെ കളക്ഷൻ നല്ലൊരു പുരോഗമനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലോട്ടെത്തിയ ചിത്രമായിരുന്നു ദിലീപേട്ടൻ കേന്ദ്ര കഥാപാത്രത്തെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ. ദിലീപേട്ടൻ, ധ്യാൻ ശ്രീനിവാസൻ, സിദ്ദിഖ്, ജോണി ആന്റണി, ഉർവശി, ബിന്ദു പടിക്കൽ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രക്ക് നവാഗതനായ ബിൻഡോ സ്റ്റീഫൻ അണിയിച്ചൊരുക്കിയ ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കെ ദിലീപന്റെ ഒരു ശക്തമായിട്ടുള്ള തിരിച്ചൊരു കൂടിയായിട്ട് മാറുന്ന ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിന് തുടർച്ചയായിട്ടുള്ള 8ാം ദിവസമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസായിട്ട് 80 ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ആദ്യ 7 ദിവസം കൊണ്ട് തന്നെ ചിത്രം ഏകദേശം വേൾഡ് ബോക്സ് ഓഫീസിനായിട്ട് 10 കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ദിലീപന്റെ ശക്തമായിട്ടുള്ള തിരിച്ചുവരവിന് വഴിയൊരുക്കുന്ന ചിത്രമായിട്ട് മാറുക പ്രിൻസ് എന്ന് കണ്ടു തന്നെ അറിയാം. അതോടൊപ്പം തന്നെ ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ നമ്പർ 1 ആയിട്ട് തുടരുന്ന ചിത്രം നോക്കുകയാണെങ്കിൽ ഡയറക്ടർ കേന്ദ്ര കഥാപാത്രത്തെ തുടരും എന്ന് പറയുന്ന ചിത്രമാണ്. ഡയറക്ടർ ശോഭന തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രത്തെ തരുൺമൂർത്തി അണിയിച്ചൊരുക്കിയ ചിത്രത്തിന് ഇപ്പോഴും ജനത്തിരക്ക് കുറയുന്നില്ല. 4ാം വാരത്തിലും ചിത്രം 1ാം സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ മാത്രം ഏകദേശം 1,80,00,000 രൂപയ്ക്ക് അടുത്ത കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വേൾഡ് ബോക്സ് ഓഫീസിനായിട്ട് 218 കോടി പിന്നിട്ട ചിത്രം കേരള ബോക്സ് ഓഫീസിൽ മാത്രം 105 കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങൾ എത്രത്തോളം വലിയ കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്ന അറിയാൻ വേണ്ടി. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ചയൊക്കെ ആയിട്ട് തിയേറ്ററിലോട്ടെത്തിയ ചിത്രങ്ങളിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രമെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.